രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. അന്നത്തെ സംഭവത്തിന് ശേഷം അച്ചു ദശനോട് മിണ്ടിയിട്ടില്ല. ഐഷു അത് ശ്രദ്ധിച്ചു. എന്തെങ്കിലും ഇവരുടെ ഇടയിൽ നടന്നിട്ടുണ്ടാവും. അവരുടെ ഇടയിലേക്ക് താൻ കയറുന്നത് നല്ലതല്ല. അച്ചു എപ്പോഴെങ്കിലും തന്നോട് പറയും. ഇല്ലേ വേണ്ട. ഐഷു തന്റെ അടുത്തിരിക്കുന്ന ധ്രുവിനെ വിളിച്ചു. എന്താ? അതെ, തന്റെ ചേട്ടനും ബാമ്പിയും കൂടി എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അച്ചുവിന്റെ മുഖം കണ്ടു പറഞ്ഞതാ. ദശേട്ടനോട് ചോദിച്ചൂടെ? നിനക്ക് നിന്റെ കൂട്ടുകാരിയോട് ചോദിച്ചൂടെ? അത് അവൾക്ക് എന്നിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അവള് പറയും. അത് തന്നെ എനിക്കും പറയാനുള്ളത്. തെണ്ടി. എന്താ കാര്യമെന്ന് അറിയില്ലല്ലോ. അറിഞ്ഞാലല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. ഇതിപ്പോ ഇടപെട്ടാ ശരിയാവില്ല. എല്ലാവരും കൂടി രാവിലത്തെ പ്രാതൽ കഴിക്കുമ്പോഴാണ് അച്ചുവിന്റെ മുഖം കണ്ട് ഐഷുവിന് എന്തോ ഡൗട്ട് അടിച്ചത്. അച്ചു ആരെയും നോക്കാതെ ഫുഡും കഴിച്ച് നേരെ റൂമിലേക്ക് പോയി. ഇഷ ഫുഡ് കഴിക്കാതെ കൈയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഐഷുവിനെ ധ്രുവ് വിളിച്ചു. എന്താ? കഴിക്കാൻ നോക്ക്. അതിനുള്ള ഉത്തരം മുറി വരുമ്പോ പറയാം. ഐഷു വളരെ സന്തോഷത്തോടെ എല്ലാം കഴിച്ചു. എന്താ അവർ തമ്മിലൊരു പ്രശ്നം? ഐഷു മുറിയിൽ വന്നത് ധ്രുവിനോട് ചോദിച്ചു. ഇവിടെ ഇരിക്കെ. ഐഷു ഇരുന്നത്. ധ്രുവ് അവളെ വയറിൽ ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്തിരുത്തി. ഐഷു ഒന്ന് പിടഞ്ഞെങ്കിലും ധ്രുവ് ഒന്നും കൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഏട്ടൻ ബാബിക്കൊരു ഗിഫ്റ്റ് കൊടുത്തു. അതാണ് അവർ തമ്മിലുള്ള പ്രശ്നം. അയ്യേ, അതാണാ? ഗിഫ്റ്റ് കൊടുത്തതിനെങ്ങനെ? എന്താ പറഞ്ഞേ? ഗിഫ്റ്റ് ഒരു ഗിഫ്റ്റ് കൊടുത്ത എനിക്കിപ്പോ നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ഇതും? എന്റെ മുരുക, എന്റെ കൊച്ച്. എന്താടി, നിങ്ങളുടെ ചേട്ടനല്ലേ ആള്? അവളെ വേദനിപ്പിച്ച് കാണും, അതുറപ്പാ. ഏട്ടനെ പറവ പിടിച്ചില്ല. അതൊന്നുമില്ല. ഇങ്ങനെയാണോ ഒരാളെ സ്നേഹിക്കുന്നേ? വേദനിപ്പിച്ച് ഗിഫ്റ്റ് കൊടുത്തോണ്ട് അവൾക്ക് ദശേട്ടനോട് സ്നേഹം ഉണ്ടാവോ? വെറുപ്പല്ലേ ഉണ്ടാവുള്ളൂ. അവസാനം പറഞ്ഞപ്പോഴേക്കും ഐഷു കരഞ്ഞുപോയി. ഇഷ, അവൾ എന്നെ പോലെ അല്ല, അത്ര ബോൾഡ് അല്ല. എന്നിട്ട് പാവം ഏട്ടന് അങ്ങനെയാണ് ഇഷ. ഏട്ടനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാവി ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി ഏട്ടനായിരിക്കും. അതൊക്കെ ശരിയാണ് ധ്രുവേട്ട. പക്ഷെ ദശേട്ടന്റെ മനസ്സിൽ അച്ചു കുഞ്ഞിലെ മുതൽ കിടക്കുന്നതാണ്. പക്ഷെ അച്ചുവോ ഇപ്പോഴാണ് എല്ലാം അറിഞ്ഞു വരുന്നത് പോലും. ദശേട്ടന്റെ സ്നേഹമോ പ്രണയമോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഡയറി വായിച്ചതിന് ശേഷമായിരിക്കും അച്ചു അറിയുന്നത് പോലും. ആ സമയത്ത് ഇത്രയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായ അതൊക്കെ ഏട്ടനും ബാബിയും തമ്മിലുള്ളതല്ലേ. ഞാൻ അങ്ങനെ ഒരു ഗിഫ്റ്റ് തരട്ടെ? കൊല്ലും ഞാൻ. അല്ലെങ്കിലും മനസ്സിനൊന്നും നിന്നിരിയാൻ പറ്റുന്നില്ല. അപ്പോഴാ ഒരു ഗിഫ്റ്റ്. എന്നാലേ ഇപ്പൊ ഞാനൊരു ഗിഫ്റ്റ് തരും. വേണ്ട. വേണം. ഇങ്ങേരെന്നെ ചീത്തയാക്കും. പെട്ടെന്നാണ് ഐഷു അലറിയത്. ധ്രുവിനെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. നിന്നെ കണ്ടപ്പോ തൊട്ടുള്ളൊരു ആഗ്രഹം വരുന്നു. ഈ ആപ്പിള് പോലത്തെ തുടുത്ത കവുള്ളൊരു കടി തരണമെന്ന്. ആണോ? അയ്യടാ, അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായുള്ളൂ? ധ്രുവ് നോക്കിയതും ഐഷു തന്റെ കവൾ പതിയെ ഒന്ന് തഴുകി അവനെ നോക്കി. ധ്രുവ് ആണെങ്കിൽ ഇവളെന്താ ഇങ്ങനെ നോക്കുന്നേ? അതെ, എനിക്കും ഒരു ആഗ്രഹമുണ്ട്. ആ 6 പാക്ക് കണ്ടപ്പോ തുടങ്ങിയതാ. ഒന്ന് നേരിട്ട് കാണണമെന്ന്. കാണിച്ചു തരൂ പ്ലീസ്. ധ്രുവ് ഐഷുവിന്റെ ഇപ്പോഴത്തെ ഭാവത്തിൽ ഫ്ലാറ്റ് ആയിരിക്കുകയാണ്. കുഞ്ഞിപ്പിള്ളേരുടെ ആഗ്രഹം പറയും പോലെ ചുണ്ടുകൾ പുറത്തേക്കുന്തി നിഷ്കളങ്കമായി കണ്ണുകളൊക്കെ വിടർത്തിയാണ് ചോദ്യം. ധ്രുവ് അവളെ നോക്കിക്കൊണ്ട് തന്റെ ഷർട്ട് അഴിച്ചു മാറ്റി. ഐഷു പതിയെ അവന്റെ 6 പാക്കിൽ ഓരോന്നിലും ഫോണ് കുത്തും പോലെ കുത്തി കാതടുപ്പിച്ചു വെച്ചു. ധ്രുവ് അവന്റെ സകല കൺട്രോൾ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചാണ് നിൽപ്പ്. ഇനിയും ഇവളിത് തുടർന്ന ഇന്ന് തന്നെ ആദ്യരാത്രി ആഘോഷിക്കും. പെണ്ണിതൊന്നും അറിയാതെ അവന്റെ നെഞ്ചിലേക്ക് ചുണ്ടടുപ്പിച്ചു വെച്ചു. ചുണ്ടിന്റെ തണുപ്പറഞ്ഞത് ധ്രുവിയുടെ കണ്ണുകൾ അടച്ചു പിടിച്ചു. ഔച്ച്! ധ്രുവിൽ നിന്നും ഒരു ശബ്ദമുയർന്നു. വേറൊന്നുമല്ല മക്കൾസ്. ഐഷക്കുട്ടി ഒരു കടി അങ്ങ് വെച്ചു കൊടുത്തു. മുന്നിലെ 8 പല്ലിന്റെ അടയാളം ചുവന്നു കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ സെയിം. ഐഷു വേഗം ഓടി പുറത്തിറങ്ങി. നീ നൈറ്റ് ഇങ്ങോട്ടല്ലേ വരുന്നത്? ഞാൻ പിടിച്ചോളാം. ദശ ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്.
അച്ചു ഇന്നലെ മുതൽ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. ദശു ദേഷ്യത്തോടെ അച്ചുവിന്റെ അടുത്തേക്ക് നടന്നു. അഹി! ബെഡിലിരുന്ന അച്ചു ദശുവിന്റെ ശബ്ദം കേട്ടൊന്ന് പേടിച്ചു. തല കുനിച്ചുകൊണ്ട് അവൾ മൂളി. മുഖത്തേക്ക് നോക്ക്. അവൾ മുഖത്തേക്ക് നോക്കാതെ തല കുനിച്ചു പിടിച്ചു. അഹി! ആ! അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവന്റെ മുഖത്തിന് നേരെ ഉയർത്തി. അവൾ ഇരു കണ്ണുകളും അടച്ചു പിടിച്ച് അവനോടുള്ള പ്രതിഷേധം പോലെ. You won't open your eyes? Okay, I will try. ദശ അവളെ പൊക്കിയെടുത്തുകൊണ്ട് ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു. ഷവറിന്റെ കീഴിൽ കൊണ്ടുപോയി നിർത്തി. ഷവർ ഓൺ ചെയ്തത് രണ്ടുപേരും നനഞ്ഞു. അപ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അച്ചുവിനെ കണ്ട് ദശിൽ ദേഷ്യമാണ് പൊട്ടി. ദേഷ്യത്തോടെ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് തന്റെ മുഖത്തിന് നേരെയാക്കി. വേദനിക്കുന്നു ദശേട്ടാ. കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി അവൾ പറഞ്ഞു. എന്തിനാ എന്നെ ഇങ്ങനെ വെറുതെ വേദനിപ്പിക്കുന്നേ? അച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു. Oh shit! അവളെ ഒന്ന് നോക്കി ബലമായ പുറകിലേക്ക് തള്ളിക്കൊണ്ട് അവൻ ദേഷ്യത്തോടെ ബാത്റൂം ഡോർ തുറന്നു പുറത്തേക്ക് പോയി. അച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് തറയിലേക്കിരുന്നു. അന്ന് രാത്രി ദശു വീട്ടിലേക്ക് വന്നില്ല. കണ്ണൻ എന്താ ഉണ്ണി ഇത്രയും നേരമായിട്ട് വരാത്തത്? കിച്ചു ധ്രുവിനോട് ചോദിച്ചു. എല്ലാവരും അപ്പോഴാണ് ദശു വന്നിട്ടില്ലെന്ന് ഓർത്തത്. He go to Dubai tonight. അച്ചു ഇടുത്തി വീണ പോലെയാണ് ആ വാർത്ത കേട്ടത്. കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നോട് പറഞ്ഞില്ലല്ലോ. അച്ചു വേഗം നിറഞ്ഞ കണ്ണുകൾ അവരിൽ നിന്നും മറച്ചു പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു. അച്ഛൻ മോൾ അറിഞ്ഞായിരുന്നോ? അച്ചു എന്തു പറയണമെന്നോർത്തു അവിടെ തന്നെ നിന്നു. അതമ്മ, ഏട്ടനെ ആരോടും പറഞ്ഞിട്ടില്ല. നാളെ ഈവനിങ് വരും. എന്നാ മതി. മോളുടെ മുഖം കണ്ടപ്പോ എന്തോ വിഷമമുള്ളതുപോലെ. മോള് പോയി കിടന്നു. അലോക് അച്ചുവിന്റെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. അച്ചു തലയാട്ടിക്കൊണ്ട് തന്റെ മുറിയിലേക്ക് നടന്നു. ഐശുവിന് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നി. എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും അവൾ ഒറ്റക്കൂടുന്നതാണ് നല്ലത്. അച്ചു തലയിണയിൽ മുഖമുമർത്തി കിടക്കുകയാണ്. എന്നെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? രക്ഷപ്പെട്ട ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഞാൻ ചെയ്തത് തെറ്റാണോ? എനിക്ക് വിഷമം വന്നിട്ടല്ലേ? കുറെ പദം പറഞ്ഞ് അവൾ ഉറങ്ങിപ്പോയി. ഇപ്പൊ ഈ വേർപിരിയൽ നല്ലതാണ് ബാർബികൾ. എന്നാൽ എനിക്ക് പൂർവാധികം ശക്തിയോടെ നിന്നിലേക്ക് എത്തിച്ചേരാൻ പറ്റും. എനിക്കുള്ള അതേ നിന്റെ കണ്ണിൽ എപ്പോ ഞാൻ കാണുന്നു. അന്ന് ഞാൻ ഇനി അങ്ങോട്ട് വരും. അതുവരെ ഈ ഹൈഡ് ആൻഡ് സീക്ക് കളി തുടരും. ദശില്ലെന്നറിഞ്ഞ ആരോഹി വേഗം തന്നെ ഡേവിഡിനെ വിളിച്ച് കാര്യം പറഞ്ഞു. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം എന്നും അവിടുത്തെ അപ്ഡേറ്റ് അറിയിക്കണം. അവൻ ഓർഡർ ഇട്ടു. എല്ലാവരും ഒരവസരത്തിനായി കാത്തിരിക്കുകയാണ്. രാത്രി ഒരുപാട് കരഞ്ഞതിനാൽ കണ്ണും മൂക്കും എല്ലാം ചുവന്നിടപ്പുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് തന്റെ മുഖത്തെ വ്യത്യാസം കാണുന്നത്. വിഷാദം കെട്ടിയ മുഖം. ഒരു സിമ്പിൾ കളർ സാരി എടുത്തുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി നേരെ കിച്ചണിലേക്ക് പോയി. മുഖത്തൊരു ചിരിയും ഫിറ്റ് ചെയ്തുകൊണ്ട് അച്ഛൻ നേരെ കിച്ചുവമ്മയുടെ അടുത്തേക്ക് നടന്നു. ഗുഡ് മോർണിംഗ് അമ്മ. ഗുഡ് മോർണിംഗ് മോളു. ഇന്ന് നേരത്തെയാണല്ലോ. ഐഷു മോൾ എഴുന്നേറ്റിട്ടില്ലെന്ന് തോന്നുന്നു. അച്ഛൻ പുറകിൽ കൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്നതിനാൽ കിച്ചു അങ്ങനെ തന്നെ നിന്നുകൊണ്ട് മറുപടി പറഞ്ഞു. ഞാൻ ഐഷുവിനെ നോക്കിയിട്ട് വരാം. ആ എന്നാ മോള് ചെല്ലി. പോകുമ്പോ ഒരു ചായയും കോഫിയും കൂടി എടുത്തോ. ഉണ്ണി കോഫിയോ കുടിക്കും, മകള് ചായ കുടിക്ക്. അച്ചു ഒരു ട്രേ 2 ചായയും ഒരു കോഫിയും എടുത്ത് മുകളിലേക്ക് നടന്നു. ഇഷ ഐഷുവിനെ കുലുക്കി വിളിച്ചുകൊണ്ട് ധ്രുവ് പറഞ്ഞു. ഇഷ ഡോറ് തുറക്ക്. എനിക്ക് വയ്യ മനുഷ്യ. പോയി തുറക്ക്. ധ്രുവേട്ടാ. ഐഷു. ഇഷ ബാബിയാണ് വിളിക്കുന്നേ. പോയി തുറക്ക്. ഓ. ഐഷു വേഗം ചാടി എഴുന്നേറ്റ് ഡോർ തുറക്കാനാനത്. ധ്രുവ് വന്നു പിടിച്ചു. എന്താ? പോയി ബനിയൻ എടുത്തിറി. ഓ ഞാൻ മറന്നു. അതെ, എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? ഞാനല്ലല്ലോ എന്റെ മാറിക്കിടന്നുറങ്ങിയത്. അവനെ പുച്ഛിച്ചുകൊണ്ട് അവൾ പോയി ഡോർ തുറന്നു. അച്ചു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഐഷു. ഗുഡ് മോർണിംഗ് ധ്രുവേട്ടാ. ഗുഡ് മോർണിംഗ് ബാബി. ധ്രുവേട്ടിന് കോഫി, ഐഷുവിന് ചായ. താങ്ക് യു. ധ്രുവ് അതും എടുത്തുകൊണ്ട് നേരെ ബാൽക്കണിയിലേക്ക് പോയി. അച്ചും ഐഷു ബെഡിലിരുന്നു.
എന്താടാ മുഖത്തൊരു സങ്കടം? രണ്ടുപേരും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഐഷു അച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചത്. പറയാം. എന്നാ നിന്റെ മുറി പോവാ. ധ്രുവേട്ടാ, ഞങ്ങൾ അച്ചുവിന്റെ മുറി പോവാണേ. എനിക്ക് പറ്റുന്നില്ലടാ, നെഞ്ചു വിങ്ങുക. എന്താടാ പ്രശ്നം? പിന്നെ അച്ചു നടന്നതെല്ലാം പറഞ്ഞു. അതിന്റെ പേര് ഇന്നലെ മുതൽ വേണ്ടിയിട്ടില്ല. എനിക്ക് വിഷമം ഉണ്ടായിട്ടല്ലേ? സാരമില്ലടാ, ചിലപ്പോ ഇന്ന് വിളിക്കും. ഇല്ല ഐഷു, ഇന്നലെ വൈകുന്നേരം പോയതല്ലേ, ഇതുവരെ മെസ്സേജോ കോളോ വന്നിട്ടില്ല. നീ ദിശേനെ പ്രണയിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ച ഉണ്ടെന്ന് മനസ്സ് പറയുന്നു. എനിക്ക് എന്താണെന്ന് അറിയില്ല. ആകെ ഭ്രാന്ത് പിടിക്കും പോലെ, നെഞ്ചൊക്കെ വേദനിക്കുക. എനിക്കത് കണ്ടാ മതി. ഞാൻ ധ്രുവേട്ടനോട് പറയാം. നീ പോയി ഫ്രഷായി വന്നു, ഞാൻ അമ്മയുടെ അടുത്തുണ്ടാവും. ഐഷു ഫ്രഷായി വന്നത് നേരെ അടുക്കളയിലേക്ക് പോയി. ദാദിക്കും ദാദാക്കുള്ള ഫുഡൊക്കെ അച്ചു കൊണ്ടേ കൊടുത്തു. ഹലോ കൂടിയില്ല, എന്തോ ബിസിനസ് ആവശ്യത്തിനായി പുറത്തേക്ക് പോയി. അഹാൻ എപ്പോ ഇവിടെ ഇല്ല. പുള്ളിക്കാരി അച്ഛന്റെ നാട്ടിൽ പോയേക്കുവാ. ആരുഷിക്ക് ഇഷ്ടമല്ല അവിടെ പോവാൻ. ഇപ്പൊ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എഴുന്നേറ്റ് പോയി. ധ്രുവേട്ട, അത് പിന്നെ ദശേട്ടനോട് പറയൂ അച്ചുവിനെ ഒന്ന് വിളിക്കാൻ. പാവം ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. പ്ലീസ്. ഞാൻ പറയാം. താങ്ക്സ്. അവന്റെ കവളിൽ ഒരു ഉമ്മയും കൊടുത്തുകൊണ്ട് അവൾ പോയി. അവൾ പോയ വഴിയെ നോക്കി അവനും ചിരിച്ച് നേരെ ഓഫീസിലേക്ക് പോയി. ആരുഷിയും ആരോഹിയും ആരും മൈൻഡ് ചെയ്യാറില്ല. 3 പേരും കൂടി എന്തൊക്കെയോ കഥ പറഞ്ഞിരിക്കുകയാണ്. കൂടെ നമ്മളെ മക്കൾസ് പാൽക്കിയും ജിമ്മുവും. അങ്ങനെ ഒരു ദിവസം കടന്നുപോയി. അച്ചുവിനെ ഇതുവരെ ദശ വിളിച്ചിട്ടില്ല.